ബാക്ക് ടു എജുപോഡ്. സ്വാതി മിസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതേ ചാപ്റ്റർ ഒക്കെ ഇങ്ങനെ തകർത്ത് അടിപൊളിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടാണ്? ഓൺ എക്സാം കുറെ സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പം കേൾക്കുന്ന കാര്യം ശരിയാണ്. ചില സമയത്ത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും, ഓ ഇത് എന്തൊരു വെറുപ്പിക്കലാണ്, 7ാം ക്ലാസ്സിൽ അങ്ങ് എത്തിയേ ഉള്ളൂ, ഓൺ എക്സാം ഇതേ തൊട്ടടുത്തായി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ വിചാരിച്ചോ, തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മുടെ എക്സാം എന്തായാലും നമുക്ക് എഴുതിയേ തീരൂ. എക്സാം എഴുതി നല്ല മാർക്ക് മേടിച്ചേ തീരൂ. തൊട്ടടുത്ത ക്ലാസ്സിലേക്കൊക്കെ പോകണ്ടേ? അപ്പൊ നിങ്ങൾ ആ സത്യം അങ്ങ് മനസ്സിലാക്കുക. ഓൺ എക്സാം വളരെ അടുത്താണ്. റെഡി ആണല്ലോ മക്കളെ? സോ മിസ് ദേ 7ാം ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി വീഡിയോയിലേക്ക് മിസ്സിന്റെ മക്കളെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് മക്കളെ. വെൽക്കം ബാക്ക്. റെഡിയാണ്? അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, അതായത് ഓൺ എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ഒരു ചാപ്റ്ററിൽ നിന്നും അതിന്റെ ഈസി സമ്മറി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ അല്ലേ? നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഏത് ചാപ്റ്റർ ആയിരുന്നു? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവിതയാണ്. ഇതേ കണ്ടോ, ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കവിത നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ അതിന്റെ ഒരു ആശയം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. സെറ്റാണ്? റെഡി ആണല്ലോ? അപ്പൊ നന്നാക്കി ശ്രദ്ധിച്ചോളൂ. ആദ്യം കവിത പഠിക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കണം, എന്ത് ശ്രദ്ധിക്കണം? ആരാണ് ആ കവിത എഴുതിയിരിക്കണേ? ആരാണ് എഴുതിയിട്ടുള്ളത്? ശോഭാനാഥ് യാദവ്. എന്താ വായിക്കുന്നത്? ശോഭാനാഥ് യാദവ് ആണ്. ഓക്കെ, പഠിക്കണം കേട്ടോ. കവിതയാണ് കേട്ടോ, കവിതയാണ്. ശോഭാനാഥ് യാദവ് ആണ് എഴുതിയിട്ടുള്ളത്. കവിതയുടെ പേര് ഖുദ് സേ പ്യാർ. ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയമാണ്, പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അപ്പം സ്വയം സ്നേഹിക്കുക അല്ലെ, സെൽഫ് ലവ് എന്നാണ് എന്തിന്റെ മീനിങ്? ഈ ചാപ്റ്ററിന്റെ ഒരു അർത്ഥം വരുന്നത് എന്താണ്? മിസ് ഇവിടെ എഴുതാം, സെൽഫ് ലവ്. ഓക്കെ അല്ലേ? അപ്പൊ ആ ചാപ്റ്റർ ഒരു വലിയൊരു കവിതയായിരുന്നു. കുറേ വരികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കവിതയാണ്. ആരൊക്കെയോ കുറിച്ചിട്ട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മിസ് ഈസി ആക്കിയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ മിസ്സിന്റെ മക്കൾ എല്ലാവരും സെറ്റുമസായിട്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ദേ വന്നല്ലോ അളിയൻ വന്നല്ലോ. യെസ്, അപ്പൊ നോക്കിയോളൂ, അളിയൻ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ മിസ് ദേ ഇവിടെ ഒരു മരക്കഷ്ണം പോലെ മരക്കഷ്ണത്തിന്റെ ഉള്ളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്താണ് നോക്കിയോ? മിസ് ജസ്റ്റ് പറഞ്ഞു തരാം, നന്നാക്കി ശ്രദ്ധിക്കണം കേട്ടോ. ആസ്വാദൻ ടിപ്പണി അല്ലെ, നിങ്ങൾക്ക് ആസ്വാദൻ ടിപ്പണി ചോദിക്കും. അതായത് എന്താണ്? ആശയം എഴുതാൻ. ആസ്വാദൻ ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആശയം എന്നാണ്. മിസ് ദേ അതും കൂടി ഇവിടെ എഴുതാം, ആശയ്. ഓക്കെ, അതായത് ആശയം ചോദിക്കുമല്ലോ, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിലും 5ലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എക്സാമിനൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് മിസ് നോക്കിയോ? യ കവിത ഹമേം സ്വയം സേ പ്രേം കർണ സിക്തി ഹേം. എന്താ ചെയ്തിട്ടുള്ളത്? ഈ കവിത നമ്മളെ സ്വയം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. ജോ വ്യക്തി സ്വയം സേ പ്രേം കർത്താ ഹേ വഹി ദൂസരോം സേ ബി സച്ചാ പ്രേം കർ സക്താ ഹേ. ആരാണോ സ്വയം സ്നേഹിക്കുന്നത് അല്ലെ, ഏത് വ്യക്തിയാണോ വ്യക്തികൾ സ്വയം സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് എന്തുകൂടെ സാധിക്കും? മറ്റുള്ള ആൾക്കാരെയും നന്നാക്കി സ്നേഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു കാര്യമാണ് കവിതയുടെ മൊത്തമായിട്ടുള്ള ഒരാശയം. ഓക്കെ, ആശയം എഴുതുമ്പം ഇതെന്തായാലും എഴുതണം. എന്താണ്? നമ്മൾ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൂസരോം സേ ബി പ്രേം കർ സക്താ, മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയൂ. ഓക്കെ അല്ലേ? അപ്പൊ അത് ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞു എന്നതാണ് എന്താണ് സംഭവം, ടോട്ടലി എന്താണ് സംഭവം എന്ന്. ഇനിയാണ് നമ്മൾ മെയിൻ കാര്യത്തിലേക്ക് പോകുന്നത്. ഓരോ പോയിന്റ് ആക്കിയിട്ട് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എന്താ മിസ് ഇവിടെ ഈ ഹെഡിങ്, ഈ ഡാർക്ക് കളറിൽ കൊടുത്തിട്ടുള്ള ഹെഡിങ് എന്താണ് നോക്കിയോളൂ. സൂരജ് കാ ഉദാഹരൺ എന്നാണ് ആദ്യം മിസ് കൊടുത്തത്. സൂരജ് കാ ഉദാഹരൺ, പേട് കാ ഉദാഹരൺ. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ബാദൽ കാ ഉദാഹരൺ, മേഘം. ബാദൽ മേഘമാണ്, മേഘത്തിന്റെ ഉദാഹരണം. കഴിഞ്ഞിട്ടില്ല. അടുത്തത് മാനവ് കാ സന്ദേശ്, മനുഷ്യനുള്ള ഒരു സന്ദേശം. ഇത്രയും കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം എന്താണ് എന്ന്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ കവിതയിൽ പഠിച്ചിട്ടുള്ളത്. ആദ്യം നമ്മുടെ കവിയായിട്ടുള്ള ശോഭാനാഥ് യാദവ് നമ്മളെടുത്ത് പറഞ്ഞത് സൂര്യന്റെ ഉദാഹരണമാണ്. ഓക്കെ, സൂരജ് കാ ഉദാഹരണം എന്ന് പറഞ്ഞാല് സൂര്യന്റെ ഉദാഹരണം.
എന്താണ് ഈ സൂര്യന്റെ ഉദാഹരണം കവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ നോക്കുകയല്ലേ സൂര്യന്റെ ഉദാഹരണം എന്തായിരുന്നു എന്ന്. ദേ നോക്കിയോ, സൂരജ് അപ്നി റോഷ്നി ഓർ ഗർമി കോ അപ്നെ തക് സീമിത് നഹീം രഖ്താ. എന്താ പറഞ്ഞിരിക്കുന്നത്? സൂര്യൻ തന്റെ റോഷ്നി എന്ന് പറഞ്ഞ പ്രകാശമാണ് കേട്ടോ. സൂര്യൻ തന്റെ പ്രകാശത്തെയും ചൂടിനെയും ഒക്കെ എന്താ ചെയ്യുന്നത്? സൂര്യനിൽ മാത്രമായിട്ട് ഒതുക്കി വെക്കുകയല്ല ചെയ്യുന്നത്. ബൽക്കി എന്ന് പറഞ്ഞാല് മറിച്ച് എന്താ ചെയ്യുന്നത്? പൂരി ദുനിയാക്കോ പ്രകാശ് ഓർ ഊഷ്മ ദേത്താ ഹേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന് പകരം എന്താ ചെയ്യുന്നത്? ഈ സൂര്യൻ സ്വയം അത് സൂക്ഷിച്ചു വെക്കാതെ ലോകത്തിന് മുഴുവനായിട്ടും എന്ത് നൽകുന്നുണ്ട്? പ്രകാശവും അതിന്റെ ഊർജവും ഒക്കെ നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ കവിതയിൽ പഠിച്ചത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ? ഇനി രണ്ടാമത്തത് എന്താണ്? പേട് കാ ഉദാഹരൺ. അടുത്ത നോക്കിയേ, പേട് കാ ഉദാഹരൺ, മരത്തിന്റെ ഉദാഹരണം. പേടെന്ന് പറഞ്ഞ മരമാണ്. മരത്തിന്റെ എന്ത് ഉദാഹരണമാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ദേ നോക്കിയോളൂ. പേട് അപ്നെ ഫൂലോം കോ കേവൽ അപ്നെ ലിയേ നഹീം ഖിൽതാ. നമ്മുടെ പൂവ് അതിന്റെ എന്താണ്? പൂ പൂക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, പൂവിന് വേണ്ടിയിട്ട് മാത്രമല്ല. കേവൽ എന്ന് പറഞ്ഞാൽ കേവലം ആർക്ക് വേണ്ടിയിട്ടല്ല? അപ്നേലിയേ എന്ന് പറഞ്ഞാല് തനിക്ക് വേണ്ടി. ഓക്കെ, തനിക്ക് വേണ്ടി, കേവലം തനിക്ക് വേണ്ടി മാത്രമല്ല. ഗിൽത്ത എന്ന് പറഞ്ഞാല് പൂക്കുന്നത്. മറിച്ച് ദേ ബൽക്കി എന്ന് പറഞ്ഞാല് മറിച്ച് ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ്? ഉൻകി സുന്ദരത और सुगंध से पूरे संसार को आनंद देता है. മറിച്ച് എന്താ ചെയ്യുന്നത്? അതിന്റെ സുന്ദരത എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. അതിന്റെ ഭംഗിയും സുഗന്ധ എന്ന് പറഞ്ഞാൽ സ്മെല്ലാണ്. അതിന്റെ ഭംഗിയും സ്മെല്ലും പൂരേ സൻസാർ എന്ന് പറഞ്ഞാല് മുഴുവൻ ലോകത്തിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആനന്ദ് ദേത്താ ഹേ, സന്തോഷം നൽകുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? പൂവ് തന്റെ പൂവിന് വേണ്ടിയിട്ട് മാത്രമല്ല പൂക്കുന്നത്, മറിച്ച് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല സുഗന്ധം ലഭിക്കാനും അതിന്റെ കാണാനുള്ള ഭംഗി അവർക്ക് ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലെ? അവർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടാണ് പൂവ് വിരിയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ബാദൽ കാ ഉദാഹരൺ. ബാദൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്ലൗഡ്സ് ആണ്, മേഘങ്ങളാണ്. മേഘത്തിന്റെ എന്തുദാഹരണ കവി പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നോക്കിയോ, എന്താണ്? ബാദൽ അപ്നാ ജൽ കേവൽ അപ്നെ ലിയേ നഹീം രഖ്തേ. ബാദല് തന്റെ ജലത്തിനെ, വെള്ളത്തിനെ കേവലം തനിക്ക് വേണ്ടി മാത്രമല്ല നിർത്തിയത്, തനിക്ക് വേണ്ടി മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ബൽക്കി, മറിച്ച് ആർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വർഷോം കേ രൂപ് മേം ധർത്തി പർ ബർസാ കർ സബീ ജീവോം കി പ്യാസ് ബുജാത്തേ ഹേ. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് മേഘം പെയ്യുന്നത്, മഴയായിട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ ലോകത്തിൽ എന്തുണ്ട്? ഒരുപാട് മൃഗങ്ങളും ജീവികളൊക്കെ ഉണ്ട് അല്ലേ? ആ ജീവികൾക്ക് അവർക്കൊരു ആശ്വാസമായിട്ട് മഴയായിട്ട് ഭൂമിയിൽ പെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ദാഹം, പ്യാസ് ബുജാത്തേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ദാഹം ഇല്ലാതാക്കാൻ. ഓക്കെ, ജീവജാലങ്ങളുടെ ഒക്കെ ദാഹവും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മേഘം മഴയായിട്ട് പെയ്യുന്നത് അല്ലെ? മേഘത്തിന്റെ അകത്ത് തന്നെ എനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കുകയല്ല, എല്ലാവർക്കും, ലോകത്തിന് വേണ്ടിയിട്ട്, മനുഷ്യന്മാർക്ക് ഉൾപ്പെടെ അല്ലെ? മൃഗങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യന്മാർക്കും എന്താണ്? ആശ്വാസമാണ് മഴയൊക്കെ പെയ്യുന്നത് അല്ലേ? റെഡിയാണ്? അപ്പൊ ഇത്രയും ഈ 3 പേരുടെ ഉദാഹരണം കവി എവിടെ പറഞ്ഞിട്ടുണ്ട്? കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3 പേരുടെ ഉദാഹരണം എന്താണ്? ആദ്യത്തത് നമ്മൾ നോക്കി, മിസ്സേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം പറഞ്ഞത് സൂരജ് കാ ഉദാഹരൺ. കണ്ടോ, സൂര്യന്റെ ഉദാഹരണമായിരുന്നു. അത് എന്താണ്? സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേകി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. സൂര്യൻ തന്റെ പ്രകാശത്തെ ഇത്രയും അധികം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് സ്നേഹിക്കുന്നത് കാരണം ദുനിയാ കോ ഭി, ലോകത്തിന് വേണ്ടിയിട്ട്, ബഹ് ദേ സകേ ആഗ്, അത് തീ, പ്രകാശം നൽകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കവിതയാണ്, വരിയാണ് കേട്ടോ. ഈ വരിയാണ് മിസ് നിങ്ങൾക്ക് ഈസി ആക്കി പോയിന്റ് ആക്കി പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആരുടെ ഉദാഹരണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പേട് കാ ഉദാഹരൺ. കണ്ടോ, പേട് എന്താ ചെയ്യുന്നത്? അതായത് മരങ്ങള്. കണ്ടോ, എന്താ പറഞ്ഞിട്ടുള്ളത്? മരങ്ങള് അതിന്റെ വിറകുകളൊക്കെ എല്ലാവർക്കും നൽകുന്നുണ്ട്, പൂക്കൾ എല്ലാവർക്കും നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ബാദല് അത് മഴയായിട്ട് പെയ്യുന്നു, ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കും നമ്മുടെ ഭൂമിക്ക് മുഴുവനായിട്ടും വേണ്ടിയിട്ടാണ്
എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്, മേഘം ജലം നൽകുന്നത്. ഈ 3 പേരുടെ ഉദാഹരണം പറഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ കവി പറയുന്നുണ്ട് കവിതയിൽ, നമ്മൾ മനുഷ്യന്മാരോട്. എന്താണ്? മാനവ് കാ സന്ദേശ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനോടുള്ള സന്ദേശം അല്ലെങ്കിൽ മെസ്സേജ്. നമ്മൾ മനുഷ്യന്മാർക്ക് എന്ത് മെസ്സേജാ നൽകുന്നത് നോക്കിയോളൂ. മനുഷ്യ യദി സ്വയം സേ പ്രേം കർണ സീഖ് ജായേം. എന്താണടാ? അതായത് മനുഷ്യൻ സ്വന്തം മനസ്സിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വ ദൂസരോം സേ ബി പ്രേം കരേഗ. മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഉനിക്ക് സഹായത കരേഗ. മറ്റുള്ളവരെ സഹായിക്കണം. സഹായത എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായം എന്നാണ് മീനിങ്. ഓർ സമാജ് മേം പ്രേം കരുണ തഥാ സമർത്ഥൻ ഫൈലായേങ്ക. പിന്നെ അതേപോലെ തന്നെ എന്തുകൂടെ ചെയ്യണം? അതായത് നമ്മുടെ ഈ ലോകത്തില് സ്നേഹവും കരുതലും എല്ലാം പങ്കിടാൻ വേണ്ടിയിട്ട് സാധിക്കണം. മറ്റുള്ളവരോട് കരുണയായിരിക്കണം എന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ഒരു കവിതയിൽ മനുഷ്യന്മാർക്കുള്ള സന്ദേശമായിട്ട് കവി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ സ്വയം സ്നേഹിക്കണം, എന്നാലേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് മനുഷ്യന്മാരോട് കവി പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. 3 പേരുടെ ഉദാഹരണം. 3 ആൾക്കാർ ഉദാഹരണം. 1 2 3. 3 പേരുടെ ഉദാഹരണം പറഞ്ഞു. ഇനി 4മത്തെ എന്താ പറഞ്ഞത്? നമ്മള് മാനവ് കേ ലിയേ, മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു തന്നു. നമ്മൾ സ്വയം സ്നേഹിക്കണം, എന്നാലേ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം. അത്രയേ ഉള്ളൂ. വെരി ഈസി ആണല്ലോ സമ്മറി. അപ്പൊ നന്നാക്കി ഇങ്ങനെ പോയിന്റ് ആക്കിയിട്ട് പഠിച്ചു വെക്കാം. 3 ആൾക്കാരെ മാത്രം ഓർക്കുക. സൂരജ്, പേട്, ബാദൽ. സെറ്റല്ലേ? സെറ്റുമസായ ആണല്ലോ. സോ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിന്റെ ചിത്രങ്ങൾ വെച്ചിട്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചിത്രങ്ങൾ വെച്ചിട്ട് മിസ് നമ്മുടെ സൂപ്പർ ബാച്ചിൽ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. സൂപ്പർ ബാച്ചിൽ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഈ സൂപ്പർ ബാച്ച്, എവിടെയാണത്, എങ്ങനെയാണത് ജോയിൻ ചെയ്യാന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് താഴെ കൂടെ ഇങ്ങനെ ഒരു സ്ക്രോൾ പോകുന്നത് കാണാം. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ പേര് ആ സൂപ്പർ ബാച്ചിൽ രജിസ്റ്റർ ചെയ്താൽ മതി. പേര് രജിസ്റ്റർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് പൈസ ഒന്നും പോകുന്നു വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ? സൂപ്പർ ബാച്ചിലേക്ക് മിസ്സിന്റെ കൂടെ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വന്നോ. നമുക്ക് ഓരോ ചാപ്റ്ററും, ഈ ചാപ്റ്റർ മാത്രമല്ല കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് മിസ് ചിത്രങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനും എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ ചിത്രങ്ങളൊക്കെ വെച്ച് പഠിക്കണ്ടേ? ഹിന്ദി നമുക്ക് സെറ്റായിട്ട് മാർക്ക് മേടിക്കണ്ടേ ഈ വട്ടം? യെസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് മിസ്സിന്റെ കൂടെ അങ്ങ് എവിടേക്ക് പോന്നോളൂ? മിസ്സിന്റെ സൂപ്പർ ബാച്ചിലേക്ക് വന്നോളൂ. നമുക്ക് സൂപ്പർ ആക്കി ഓണം മോഡൽ എക്സാം ഒക്കെ എഴുതി അടിപൊളിയാക്കി ഓണം എക്സാമിന് മാർക്ക് മേടിക്കാം. സോ മക്കളെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ സൂപ്പർ ബാച്ചിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഡി?